പരശുരാമന്റെ മഴുവിനാൽ തീർക്കപ്പെട്ട ഹരിത കേരളം. കവിഭാവനയിൽ സഹ്യനിൽ തലചായ്ച്ച് കന്യാകുമാരിയുടെ മടിത്തട്ടിൽ പാദങ്ങളുറപ്പിച്ച് വിശ്രമിക്കുകയാണ് ഈ ഹരിതസുന്ദരി. ജൈവവൈവിധ്യവും ജലസമൃദ്ധവുമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്. വ്യത്യസ്തങ്ങളായ വനങ്ങളും ജൈവസമ്പുഷ്ടമായ മണ്ണിനങ്ങളും കേരളത്തെ ഹരിതാപമാക്കുന്നു. എന്നാൽ പരിശുദ്ധമായ ഈ മണ്ണ് ഇന്ന് മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീരെഴുതപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിളപ്പിൽശാലയിൽ കുന്നുകൂടിയ മാലിന്യങ്ങളും അവ സൃഷ്ടിച്ച പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളും മലയാളികൾക്ക് അത്ര എളുപ്പം മറക്കാൻ കഴിയില്ല. പ്രവർത്തനക്ഷമതയുള്ള ഒരു മാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെ കുറവ് നമ്മെ ഒളിച്ചും പാത്തും മാലിന്യപ്പൊതികൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു. തെരുവു നായ്ക്കളുടെ വർധനവ് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ കുറവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേരള വികസന മാതൃക ഇന്ത്യയൊട്ടാകെ പ്രചരിപ്പിക്കപ്പെടുമ്പോഴും ഓരോ ദിവസവുമുള്ള അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുവാൻ വഴിയില്ലാതെ പരക്കം പായുകയാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള ഒരു മാലിന്യ സംസ്കരണ സംവിധാനം അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ശാസ്ത്രീയമായ ജൈവമാലിന്യ സംസ്കരണത്തിന് ഒരു പുതുവഴി കണ്ടെത്തിയിരിക്കുകയാണ് കേരള കാർഷിക സർവകലാശാലയിലെ ഒരു പറ്റം ശാസ്ത്രജ്ഞർ. വെള്ളായണി കാർഷിക കോളേജിലെ ദക്ഷിണ മേഖല പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിലെ പദ്ധതിയുടെ ഭാഗമായി സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുധർമ്മയി ദേവിയും സംഘവുമാണ് അടുക്കള മാലിന്യ സംസ്കരണത്തിന് ശുചിത എന്ന പേരിൽ ഒരു യന്ത്രം വികസിപ്പിച്ചിരിക്കുന്നത്. ശുചിത അതിവേഗ ഖരമാലിന്യ സംസ്കരണ യന്ത്രം. പരിസ്ഥിതി സൗഹൃദ സംരംഭങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകുന്ന തിരുവനന്തപുരം തിരുവല്ലത്തെ ഇന്നൊവേഷൻ എക്സ്പീരിയൻസ് എന്ന സ്വകാര്യ കമ്പനിയാണ് ശുചിതയുടെ നിർമ്മാണത്തിന് സർവകലാശാലയെ സഹായിച്ചത്. ഏതൊക്കെ തരം മാലിന്യങ്ങളാണ് ശുചിതയിൽ സംസ്കരിക്കുന്നത്? ജൈവമാലിന്യങ്ങൾ തന്നെയാണ് ശുചിത യന്ത്രം ഉപയോഗിച്ചും സംസ്കരിക്കാൻ പറ്റുന്നത്. ഈ സാങ്കേതികവിദ്യ തികച്ചും ജൈവമാലിന്യങ്ങൾക്ക് മാത്രം വേണ്ടിയുള്ളതാണ്. എങ്ങനെയാണ് ശുചിതയുടെ പ്രവർത്തനമെന്നൊന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ഇടയിൽ പ്രചാരമുള്ള പല കമ്പോസ്റ്റിംഗ് രീതികളെ പോലെ തന്നെ ഇത് ഒരു ഓക്സീകരണ പ്രക്രിയയിലൂടെ വിഘടനം സാധിക്കുന്നതാണ്. മാലിന്യ സംസ്കരണം ഇതിന് മറ്റുള്ള കമ്പോസ്റ്റിംഗ് രീതികളെക്കാൾ ഇതിനുള്ള മേന്മ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കമ്പോസ്റ്റിംഗ് രീതികൾക്കൊക്കെ ഒരുപാട് കാലതാമസം ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത് ഡംപിങ് ദീർഘനാൾ അത് ശേഖരിച്ച് വെക്കേണ്ടതുകൊണ്ട് കൂടുതൽ സ്ഥലം ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും ഇല്ലാതെ തന്നെ അന്നന്നത്തെ മാലിന്യം അന്നന്ന് തന്നെ സംസ്കരിക്കത്തക്ക വണ്ണമുള്ള ഒരു സാങ്കേതികവിദ്യയാണ് ശുചിതയിൽ കൂടി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതായത് ഇതൊരു യന്ത്രം ഉപയോഗിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതുകൊണ്ട് ഒരു യന്ത്രം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഒരു ഗ്രൈൻഡിങ് യൂണിറ്റ്, അരയ്ക്കാനുള്ള ഒരു യൂണിറ്റ്, പിന്നെ ഒരു തിളപ്പിക്കുന്നതിന് വേണ്ടി 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു പാത്രം. ജൈവമാലിന്യം അന്നു തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ശുചിത. അരവു യന്ത്രവും പാചകപാത്രവുമാണ് ശുചിതയുടെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ. ശേഖരിച്ച മാലിന്യങ്ങൾ അരവു യന്ത്രത്തിൽ നിക്ഷേപിക്കുന്നു. അരവു യന്ത്രം മാലിന്യങ്ങളെ നന്നായി അരച്ച് പാചകപാത്രത്തിലേക്ക് വീഴ്ത്തുന്നു. താപം 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ ഇതിലേക്ക് കാർഷിക സർവകലാശാലയിൽ നിന്നും ലഭ്യമാകുന്ന 2 രാസസംയുക്തങ്ങൾ 30 മിനിറ്റ് ഇടവേളകളിലായി ചേർക്കാം. 1 മണിക്കൂറിനുള്ളിൽ മാലിന്യം വളമായി മാറുന്നു.
ഇത്തരത്തിൽ തയ്യാറാക്കപ്പെട്ട വളം അവശ്യ മൂലകങ്ങൾ ചേർത്ത് പുഷ്ടിപ്പെടുത്താവുന്നതാണ്. ഈ വളം ഡ്രയർ ഉപയോഗിച്ചോ വെയിലത്തോ ഉണക്കി വിൽപ്പന നടത്താം. കോട്ടിംഗ് മിക്സ്ചറായും ഇത് ഉപയോഗിക്കുന്നതാണ്. 25 മുതൽ 100 കിലോഗ്രാം വരെ ശേഷിയുള്ള യന്ത്രങ്ങൾ ലഭ്യമാണ്. 25 കിലോഗ്രാം ശേഷിയുള്ള യന്ത്രത്തിന്റെ പ്രവർത്തനത്തിനായി 2 സ്ക്വയർ മീറ്റർ സ്ഥലവും 4 യൂണിറ്റ് വൈദ്യുതിയും ആവശ്യമായി വരുന്നു. ശുചിതയുടെ ഉപയോഗ സാധ്യതയെ അതിൻ്റെ പരമാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തി വരികയാണ് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ LP സ്കൂൾ. ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൻ്റെ മാലിന്യങ്ങളും മറ്റ് ജൈവ മാലിന്യങ്ങളും ശുചിതയിൽ സംസ്കരിക്കപ്പെടുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ജൈവവളമാകട്ടെ സ്കൂളിലെ തന്നെ പച്ചക്കറി കൃഷിക്കായി പ്രയോജനപ്പെടുത്തി വരികയാണ്. നമ്മുടെ സ്കൂളിലെ ചില പരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ സ്കൂള് കുറേ മാസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയ പ്രശ്നമാണ് നമ്മുടെ ഭക്ഷണ അവശിഷ്ടങ്ങൾ എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളത്. നമ്മുടെ കാർഷിക സർവകലാശാല അവിടെ ഒരു ശുചിത എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഒരു മിഷൻ യന്ത്രം സ്ഥാപിച്ച് ശുചിത പദ്ധതി പ്രകാരം കാർഷിക കോളേജിലുള്ള എല്ലാ ജൈവ അവശിഷ്ടങ്ങളും വളമാക്കി കർഷകർക്ക് നൽകുന്നതായി അറിഞ്ഞു. അത് ആ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ കാർഷിക സർവകലാശാലയിലെ സോയിൽ സയൻസിൻ്റെ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. നമ്മുടെ ആഹാരാവശിഷ്ടങ്ങൾ 20 കിലോ വേസ്റ്റ് എന്നും ഉണ്ടാകുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. ആ 20 കിലോ വേസ്റ്റിൽ 7 കിലോ വളം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനെ ഉണക്കി ഇവിടെ തന്നെ ഉണക്കാൻ ആവശ്യത്തിന് സ്ഥലവും വെയിലും കുറവാണെന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ സ്റ്റീം കിച്ചണിൽ നിന്നും വരുന്ന താപം അതിൽ നിന്നും ഉണക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു കണ്ടെത്തലും കൂടെ വന്നു. വളം ഒരു 1/2 കിലോ പാക്കറ്റ് 25 രൂപയ്ക്ക് ഇവിടുത്തെ കുട്ടികൾ തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നു. സ്കൂളുകളിൽ മാത്രമല്ല നഗരങ്ങളിലെ ഫ്ളാറ്റുകൾ, പച്ചക്കറി ചന്തകൾ, ഓഡിറ്റോറിയങ്ങൾ തുടങ്ങി വൻതോതിൽ ജൈവമാലിന്യം പുറന്തള്ളപ്പെടുന്ന സ്ഥലങ്ങളിലും ശുചിത സ്ഥാപിക്കാം. ശുചിത യന്ത്രം സ്ഥാപിക്കാൻ ഏകദേശം എത്ര ചിലവ് വരും? ശുചിത യന്ത്രം പല ശേഷിയുള്ള യന്ത്രങ്ങൾ ലഭ്യമാണ്. അതായത് 25 കിലോ തൊട്ട് 100 കിലോ ശേഷി വരെയുള്ള യന്ത്രങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് 3 ലക്ഷം രൂപ തൊട്ട് 6 ലക്ഷം രൂപ വരെയാണ് വില വരുന്നത്. അത് ഈ മെഷീൻ്റെ മാത്രമായിട്ടുള്ള വിലയല്ല. അതിന് ഒരു യൂണിറ്റ് അവിടെ സ്ഥാപിച്ച് ഒരു മാസം അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ വരെ, സംസ്കരണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളെല്ലാം തന്നെ അവിടെ അടുപ്പിച്ച് ഒരു യൂണിറ്റ് പ്രവർത്തനക്ഷമ ആക്കുന്നതിനുള്ള വിലയാണ് ഈ നിശ്ചയിച്ചിരിക്കുന്നത്. ശുചിത വഴി ഉൽപ്പാദിപ്പിക്കുന്ന വളത്തിന് മറ്റ് ജൈവവളങ്ങളെ അപേക്ഷിച്ച് വിളവ് നൽകാൻ സാധിക്കുമെന്ന് വെള്ളായണി കാർഷിക കോളേജിലെ ശാസ്ത്രജ്ഞർ ഗവേഷണങ്ങളോട് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി വിവരിക്കുന്നത് ഡോക്ടർ മനോരമ തമ്പാട്ടി. കാർഷിക കോളേജിലെ സോയിൽ സയൻസ് വിഭാഗം വികസിപ്പിച്ചെടുത്ത ശുചിത സമ്പൂർണ്ണ ജൈവവളം ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണ പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. ഈ പദ്ധതിയിൽ കാർഷിക സർവകലാശാലയുടെ ശുപാർശ പ്രകാരമുള്ള പോഷകമൂലകങ്ങൾ ശുചിത ജൈവവളത്തോട് ചേർത്ത് നൽകുന്നതാണ് ഒരു ട്രീറ്റ്മെൻറ്റ്. ഇതുകൂടാതെ കാർഷിക സർവകലാശാലയുടെ ശുപാർശ പ്രകാരമുള്ളതിൽ കൂടുതലായി 1.25 ഇരട്ടി, അതായത് 125%, 1.5 ഇരട്ടി 150% അവശ്യ പോഷകമൂലകങ്ങൾ ശുചിത ജൈവവളവുമായി ചേർത്തുകൊണ്ടും നൽകുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചെയ്തതിൽ നിന്ന് ഏറ്റവും കൂടുതലായ വളർച്ചയും ഉൽപ്പാദനവും കണ്ടത് കാർഷിക സർവകലാശാലയുടെ ശുപാർശ പ്രകാരമുള്ള, അതായത് 100% കാർഷിക സർവകലാശാല ശുപാർശ ചെയ്തിരിക്കുന്ന അവശ്യ മൂലകങ്ങൾ ശുചിത ജൈവവളവുമായി ചേർത്ത് നൽകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയിട്ടുള്ളത്. മലയാളികളുടെ എക്കാലത്തെയും തലവേദനയായ മാലിന്യ സംസ്കരണത്തിന് ഉദാത്തമായ ഒരു പോംവഴിയാണ് ശുചിത. പരിമിതമായ സ്ഥലത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രയോജനകരമായ രീതിയിൽ മാലിന്യ സംസ്കരണം സാധ്യമാകുന്നു എന്നതാണ് ശുചിതയുടെ പ്രത്യേകത.
25 കിലോഗ്രാം ശേഷിയുള്ള ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിന് 2 ചതുരശ്ര മീറ്റർ സ്ഥലവും 4 യൂണിറ്റ് വൈദ്യുതിയും മാത്രമേ ആവശ്യമായുള്ളൂ. ജൈവ കൃഷിക്ക് പ്രചാരമുള്ള കേരളത്തിൽ മാലിന്യ സംസ്കരണവും ജൈവവള ഉൽപ്പാദനവും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ശുചിത. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സെമിനാർ കണക്ട് 2016 കാർഷിക മന്ത്രി ശ്രീ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വെറ്ററിനറി സർവകലാശാല കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉരുത്തിരിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ, കർഷകർക്കേറെ പ്രയോജനം ചെയ്യുന്ന ഈ സാങ്കേതിക വിദ്യകളെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാധ്യമമാണ് ഇപ്പോൾ റിലീസ് ചെയ്യുവാൻ പോകുന്ന പാക്കേജ് ഓഫ് പ്രാക്ടീസസ്. ഫീൽഡിലുള്ള വെറ്ററിനറി ഡോക്ടർമാർക്കും ഈ മേഖലയുമായി ബന്ധപ്പെട്ട കർഷകർക്കും അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധർക്കും ഇതിലെ അറിവുകൾ ഏറ്റ പ്രയോജനം ചെയ്യുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ കർഷകരുമായിട്ട് നൂതന വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസന ആശയങ്ങളും അതുപോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യകളും അവരുമായിട്ട് പങ്കുവെക്കുന്നതിനുള്ള മൊബൈൽ ആപ്സിനുള്ള ഒരു വലിയ സംവിധാനവും ഇതോടുകൂടി തുറക്കുന്നുണ്ട്. അതിലൂടെ കർഷകർക്ക് നേരിട്ട് മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട നൂതന സാങ്കേതിക വിദ്യകളെ പറ്റിയുള്ള വിവരങ്ങൾ അവരുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടുന്നതിനുള്ള സംവിധാനവും നമ്മൾ ഇതോടുകൂടി ഒരുക്കുന്നുണ്ട്. കർഷകർ ഈ സംവിധാനങ്ങളെല്ലാം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ക്ഷീര കർഷകർ, വെറ്ററിനറി സർജൻമാർ എന്നിവരുടെ പ്രശ്നങ്ങൾ വെറ്ററിനറി സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ചർച്ച നടത്തി. ഇത്തരത്തിലുള്ള മുഖാമുഖ ചർച്ചകൾ നടത്തുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് കണക്ട് ലക്ഷ്യമിടുന്നത്. ഇത് ശാസ്ത്രീയ ഗവേഷണങ്ങൾ കർഷകരിലെത്തിക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ ആഗോളവത്കൃത യുഗത്തിൽ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ അനുവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരം സാങ്കേതിക വിദ്യകൾ കർഷകരിൽ എത്തിച്ചാൽ മാത്രമേ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഉൽപ്പാദനക്ഷമത ഉയർത്താനും സാധിക്കുകയുള്ളൂ. ശരാശരി കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വർദ്ധിച്ചു വരുന്ന ഉൽപ്പാദന ചെലവാണ്. എത്രത്തോളം ഉൽപ്പാദന ചെലവ് കുറയ്ക്കാം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിൽ നിരവധി ഘടകങ്ങളുണ്ട്. ശാസ്ത്രീയമായ പ്രജനനം, തീറ്റക്രമം, രോഗനിയന്ത്രണ മാർഗങ്ങൾ, അതുപോലെ തന്നെ പരിചരണം, വിപണനം എന്നിവ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഉൽപ്പാദന ചെലവ് കൂടാതെ തന്നെ എങ്ങനെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം, അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. വെറ്ററിനറി സർവകലാശാല നൽകുന്നതും ഗവേഷണ ഫലങ്ങൾ കർഷകരിൽ എത്തിച്ചുകൊണ്ട് ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുമാണ്. ഉൽപ്പാദന വർധനവിൻ്റെ കാര്യത്തിൽ ശാസ്ത്രീയ അറിവുകൾ കർഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വിവര സാങ്കേതിക യുഗത്തിൽ ശാസ്ത്രീയ അറിവുകൾ എത്തിക്കാനുള്ള നിരവധി ഉപാധികളുണ്ട്. പ്രിസിഷൻ ഫാമിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. കൃഷിയിൽ പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യത കൃഷി വളരെ ഊർജിതമായി വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ മൃഗസംരക്ഷണ മേഖലയിൽ, പ്രത്യേകമായി ക്ഷീരമേഖലയിൽ പ്രിസിഷൻ ഫാമിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സംരംഭകത്വമാണ്. ആയിരക്കണക്കിന് പുതിയ സംരംഭകരാണ് ക്ഷീരമേഖലയിലേക്ക് ഇന്ന് കടന്നു വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിവരങ്ങളും ഒരൊറ്റ ക്ലിക്കിൽ ഒരൊറ്റ വെബ്സൈറ്റിൽ നിന്നും ഏകജാലക സംവിധാനത്തിലൂടെ ലഭിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ ഭാഗമായാണ് വെറ്ററിനറി സർവകലാശാല kevasu.leap.in എന്ന ഒരു പുതിയ സംരംഭകത്വ പോർട്ടൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിലൂടെ മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, ഭക്ഷ്യസംരക്ഷണവും ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും, പുതിയൊരു സംരംഭകൻ അറിയേണ്ട കാര്യങ്ങളും എല്ലാം ഒറ്റ ക്ലിക്കിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. ക്ഷീരവികസന മേഖലയിൽ സുസ്ഥിര വികസനം കൈവരിക്കാൻ കർഷകരെ പ്രാപ്തരാക്കുന്ന ഈ പദ്ധതിയിൽ ശാസ്ത്രീയ കന്നുകാലി പ്രജനനം, അവയുടെ തീറ്റക്രമം, പരിചരണം, രോഗനിർണയ മാർഗങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അതേപോലെ തന്നെ ഫീൽഡിലുള്ള വെറ്ററിനറി സർജൻസിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് എന്താണെന്ന് യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച്
അതേ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തി അത് കണക്റ്റിലൂടെ എല്ലാ ഫീൽഡിലുള്ള വെറ്റനറി സർജന്മാരെയും കർഷകരെയും അറിയിക്കുന്നതാണ് കണക്റ്റ്. രണ്ടാമത് പാക്കേജ് ഓഫ് പ്രാക്ടീസസ്, അതായത് ഒരു കർഷകന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടുത്തങ്ങളിലൂടെ കണ്ടുപിടിച്ച് അത് കർഷകർക്ക് എത്തിക്കുന്നതാണ് ഈ പാക്കേജ് ഓഫ് പ്രാക്ടീസസ്. മൂന്നാമത് ലീപ്പ്, കേവാസു പോർട്ടൽ ലീപ്പ്, അതിലൂടെയും അതൊരു നൂതന സംവിധാനമാണ്. നമ്മുടെ കർഷകർക്ക് വേണ്ട എല്ലാവിധ ആവശ്യങ്ങൾ ഈ കേവാസു ലീപ്പിലൂടെ അവർക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതെല്ലാം ഈ വെറ്റനറി സർവകലാശാലയുടെ പുതിയ സംരംഭങ്ങളാകുന്നു. കണക്റ്റിനോടൊപ്പം പാക്കേജ് ഓഫ് പ്രാക്ടീസസിന്റെ പ്രകാശനം കൃഷിമന്ത്രി നിർവഹിച്ചു. മൃഗപരിപാലന മുറകൾ കർഷകർക്ക് ലഭ്യമാക്കുന്ന സംരംഭമാണ് പാക്കേജ് ഓഫ് പ്രാക്ടീസസ്. മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട മൊബൈൽ ആപ്ലിക്കേഷനുകളുടെയും കെ വാസു ലീപ് എന്ന വെബ് പോർട്ടലിന്റെയും ഉദ്ഘാടനം ഇതോടൊപ്പം നടക്കുകയുണ്ടായി. ഡയറക്ടർ ഓഫ് എന്റർപ്രണർഷിപ്പ് അധ്യക്ഷൻ ഡോക്ടർ TP സേതുമാധവൻ സ്വാഗത പ്രസംഗം നടത്തി. ഈ കോഴി കർഷകരെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു കൃഷിയാണെങ്കിലും ഇന്ന് വരെ ഗവൺമെൻറ് ഇതൊരു കൃഷിയായിട്ട് അംഗീകരിച്ച് തന്നിട്ടില്ല. അപ്പോൾ കോഴി കൃഷിയെ കൃഷിയായിട്ട് അംഗീകരിക്കാത്തതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടത്, നബാർഡിൽ നിന്ന് കിട്ടേണ്ടത്, അതുപോലെ തന്നെ ഒത്തിരി ആനുകൂല്യങ്ങൾ കർഷകർക്ക് ഇന്ന് സിദ്ധിക്കുന്നില്ല. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇതൊരു കൃഷിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കേണ്ടത് അത്യാവശ്യമാണ്. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല വൈസ് ചാൻസലർ ശ്രീ X അനിൽ IAS, MLA-മാരായ ശ്രീ മുരളീധരൻ, ശ്രീമതി ES ബിജിമോൾ, ശ്രീ CK ശശീന്ദ്രൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലനം. അരി ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാൻ പരിശീലനം. കെപ്കോ ഏജൻസികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. വാർത്തകൾ വിശദമായി. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 28, 29 തീയതികളിൽ തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീര കർഷകർ നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേന രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 70 പേർക്കാണ് പരിശീലനം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിദിനം 125 രൂപ ബത്തയും ആകെ 100 രൂപ യാത്രാബത്തയും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 244 0911. ഷീറ്റ് റബ്ബർ സംസ്കരണം, തരംതിരിക്കൽ എന്നിവയിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ പാൽ സംഭരണം, ഷീറ്റ് റബ്ബർ നിർമ്മാണം, പുകപ്പുരകൾ, ഗ്രേഡിംഗ് സംബന്ധിച്ച ഗ്രീൻ ബുക്ക് നിബന്ധനകൾ എന്നിവ ഉൾപ്പെടുന്ന പരിശീലനം 2017 ജനുവരി 5, 6 തീയതികളിൽ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0481 235 3325.
നെല്ല് സംസ്കരണത്തെക്കുറിച്ചും ഉമി ഉപയോഗിച്ചുണ്ടാക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ നൽകുന്ന പഠന പരിശീലന ക്ലാസുകൾ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ കീഴിൽ തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ മാസത്തിൽ ഒരിക്കൽ സംഘടിപ്പിക്കുന്നു. ക്ലാസുകളിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ തവനൂർ കാർഷിക കോളേജുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0494268614. തിരുവല്ല ബോധനയുടെ കാർഷിക വിഭാഗത്തോടനുബന്ധിച്ചുള്ള കൂൺ കൃഷി പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 29-ന് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4:30 വരെ ഒരു ദിവസത്തെ കൂൺ കൃഷി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 200 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് 046926066063. മറ്റൊരു നമ്പർ 9446009688. കെപ്കോ ചിക്കനും മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങളും തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് എയർപോർട്ട്, സ്റ്റാച്യു, വഴുതക്കാട്, കാഞ്ഞിരമ്പാറ, വട്ടിയൂർക്കാവ്, ബേക്കറി ജംഗ്ഷൻ, പൂജപ്പുര, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, ആനേറ വേൾഡ് മാർക്കറ്റ്, അമ്പലത്തറ മിൽമ ഓഫീസിന് സമീപം, പാളയം, പട്ടം, വള്ളക്കടവ്, നേമം, പാപ്പനംകോട്, തിരുമല, വാവരയമ്പലം, ബാലരാമപുരം, മലയങ്കീഴ്, കല്ലമ്പലം, കടയ്ക്കാവൂർ എന്നീ സ്ഥലങ്ങളിൽ വിപണനം ചെയ്യുന്നതിന് ഏജൻസികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047124785585. മറ്റൊരു നമ്പർ 9495000921. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും പൊതുജനങ്ങൾക്കായി ലിറ്ററിന് 38 രൂപ നിരക്കിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും ഉച്ചയ്ക്ക് 3 മണിക്കും പാൽ ലഭ്യമാണെന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം സൂപ്രണ്ട് അറിയിച്ചു. അച്ചടി, ദൃശ്യ, ശ്രാവ്യ മാധ്യമരംഗം കാർഷിക മേഖലയിലുണ്ടായ വികസന പ്രവർത്തനങ്ങളെ മാധ്യമ ശില്പശാലയിലൂടെ അവലോകനം ചെയ്യുവാനും കാർഷിക മാധ്യമരംഗത്തെ പുത്തൻ പ്രവണതകൾ പങ്കുവയ്ക്കുവാനും ഈ മാസം 28-ന് രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്ത് കവടിയാറുള്ള ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാന മന്ദിരത്തിൽ ശില്പശാല സംഘടിപ്പിക്കുന്നു. കെ മുരളീധരൻ MLA-യുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കൃഷിയും മാധ്യമങ്ങളും കാർഷിക മേഖലാ വികസനത്തിന്റെ പാതയിൽ എന്നീ 2 സെമിനാറുകൾ ശില്പശാലയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,700 രൂപ, കോഴിക്കോട് 11,900 രൂപ, തൃശൂർ 10,600 രൂപ. കൊപ്ര കൊച്ചി 7,200 രൂപ, കോഴിക്കോട് 7,500 രൂപ, തൃശൂർ 7,130 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 69,600 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലം 9,500 രൂപ, ഈറോഡ് 10,000 രൂപ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,800 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 13,600 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,800 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 13,600 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 10,700 രൂപ, കൊപ്ര 7,200 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 69,600 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,500 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 245-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 425-നും 450-നും മധ്യേ. ജാതിപത്രി 500-നും 875-നും മധ്യേ. ഗ്രാമ്പു 795 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 12,800 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 13,600 രൂപ. ഒട്ടുപാൽ 9,400 രൂപ, ലാറ്റക്സ് 8,400 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.7, 23.5. കൊച്ചി 31, 24.4. ആലപ്പുഴ 31.7, 23.4. പുനലൂർ 33.8, 20.5. തിരുവനന്തപുരം 33.2, 22.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.